ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ജമായത്തെ ഇസ്ലാമിയുടെ സൈദ്ധാന്തികനാണ്, ഷൂറ കൗൺസിൽ അംഗമാണ്, പ്രമുഖനായുള്ള ജമായത്ത് ഇസ്ലാമി നേതാവാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കാന്തപുരം പറഞ്ഞിരുന്നു മാധ്യമങ്ങളോട്, അതായത് ജമായത്ത് ഇസ്ലാമി ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കാൻ നടക്കുന്നവരാണ്, അവരുടെ നിലപാട് മാറിയെന്ന് തോന്നുന്നില്ല എന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്. എന്തായാലും അതിന് മറുപടി ആയിട്ടാണ് ഫേസ്ബുക്കിൽ 2 ദിവസം മുമ്പാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് സത്യവിശ്വാസികൾക്ക് ഒരിക്കലും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയാൻ സാധിക്കില്ല. അതായത് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസികൾക്ക് അല്ലെങ്കിൽ മുസ്ലിം മത വിശ്വാസികൾക്ക് ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ ഒരിക്കലും തള്ളിപ്പറയാൻ സാധിക്കില്ല എന്ന് കാന്തപുരത്തെ ഒന്ന് കൊട്ടുന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ജമായത്ത് ഇസ്ലാമി. മൗലാന മൗദൂദി പറഞ്ഞതും ഇത് തന്നെയാണ്. ഹുക്കുമത്തെ ഇലാഹി തന്നെയാണ് മൗദൂദി മുന്നോട്ട് വെച്ച ആശയം. ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ് മൗദൂദിയുടെ പ്രധാനപ്പെട്ട ആശയം. അതായത് ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞതും മൗദൂദിയുടെ അതേ കാര്യങ്ങൾ തന്നെയാണ്. മൗദൂദി പറഞ്ഞത് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാകണമെന്നില്ല ആ ഒരു രാഷ്ട്രം ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറാൻ എന്നാണ്. ഇസ്ലാം ഒരു വേ ഓഫ് ലൈഫാണ്, അതൊരു റിലിജൻ മാത്രമല്ല ഒരു പൊളിറ്റിക്കൽ ഫോമാണെന്നൊക്കെയാണ് മൗദൂദി പറഞ്ഞത്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നും അതായത് ഇസ്ലാമിൻ്റെ ചരിത്രവും പ്രവാചകനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് 15% മാത്രം മുസ്ലിങ്ങൾ ഉള്ളപ്പോഴാണ് പ്രവാചകൻ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചതെന്നൊക്കെയാണ് ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം അല്ലെങ്കിലും ഇവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് വരാനുള്ള സാഹചര്യമുണ്ട് അല്ലെങ്കിൽ സാധ്യത ഉണ്ടെന്നാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ജമായത്ത് ഇസ്ലാമിയുടെ ഏറ്റവും പ്രമുഖനായ നേതാക്കളിൽ ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് സതീശൻ കണ്ടിട്ടില്ല. സതീശൻ ഇത് ആരെങ്കിലും അറിയിക്കുമെന്നാണ് അറിയേണ്ടത്.